വെടിവെച്ച് കളിക്കാം. അവസാനം എന്റെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഷവോമിയുടെ കാറാണ് ഇതൊക്കെ. നമ്മുടെ നാട്ടില് പവർ ബാങ്കും ഷവോമിയുടെ ഫോണൊക്കെ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. പറഞ്ഞു വഅലൈക്കും അസ്സലാം. ഇത് പുള്ളിക്കാരെ കണ്ടില്ലേ, കയ്യിലെ സെൻസർ കൊണ്ടാണ് പുള്ളിക്കാരെ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ഇവു ഇന്റർനാഷണൽ ബിസിനസ് ട്രേഡ് സെന്ററിലോട്ട് നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ മാത്രമല്ല, സനീൻ മോർണിംഗ്, ആൻഡ് സനീന്റെ വാപ്പായുണ്ട്. മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞാൻ വീണ്ടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് സനീൻ മലപ്പുറമാണ്. അവർ കുറെ നാളായിട്ട് ഇപ്പൊ ചൈനയിൽ സെറ്റിൽഡ് ആണ്. ഇത് പുള്ളിയുടെ ഉപ്പ, പേര് പറഞ്ഞോളൂ, പരിചയപ്പെടുത്തിക്കോ. ഇക്ബാൽ. അപ്പൊ അവര് ചൈനയിൽ സെറ്റിൽഡ് ആണ്. കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് മാർക്കറ്റിലോട്ട് പോയിട്ട് മാർക്കറ്റിന്റെ വിശേഷങ്ങൾ കാണാം. മാർക്കറ്റ് എനിക്ക് തോന്നുന്നു ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ കഴിയില്ല. രാവിലെ തന്നെ തിരക്കാണ്. കാരണം പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടൊക്കെ രാവിലെ യാത്ര ചെയ്യുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റോഡിൽ ട്രാഫിക് സംഭവങ്ങളൊക്കെ കൂടുതൽ കാണാൻ സാധിക്കും. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അയ്യോ വെയിലാണല്ലോ അവസ്ഥയാണ്. ഇതാ നമ്മൾ മാർക്കറ്റിലോട്ട് നടന്ന് നീങ്ങുവാണ്. ആ കാണുന്നതാണ് നമ്മുടെ മാർക്കറ്റിന്റെ ഭാഗം. മാർക്കറ്റ് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുവാണ്. ഇവു ഇന്റർനാഷണൽ ട്രേഡ് മാർക്കറ്റ് എന്ന അവിടെ ഒരു ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് എന്താ പറയുക, നല്ലൊരു മനോഹരമായിട്ടുള്ള കാഴ്ച സാധിക്കും. ഇവിടെ എന്തൊക്കെയാണ് പരിപാടികൾ? ഇവിടെ എത്ര ഡിസ്ട്രിക്റ്റുകളുണ്ട്? 5 ഡിസ്ട്രിക്റ്റുകളുണ്ട്. ഇത് വണ്ണിലാണ് ഡിസ്ട്രിക്ട്. വണ്ണിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഓരോ ഡിസ്ട്രിക്റ്റിലും പ്രത്യേകമായിട്ടുള്ള സംഭവങ്ങളാണോ? അതെ, ഓരോ ഏരിയ തന്നെ വ്യത്യസ്തമായിരിക്കും. ഓരോ ഫ്ലോറിലും 5 ഫ്ലോർ ഉണ്ട്. ഫ്ലോറിലും അതേപോലെ തന്നെ ഇതിൽ കുറെ ഗേറ്റുകളുണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഇങ്ങനെ ഓരോ ഏരിയകൾ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഗേറ്റ് 7 ഡിസ്ട്രിക്ട് 1 ഇപ്പൊ എൻ്റർ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ അരിവാൾ ചുറ്റികയ്ക്ക് ഒരു സ്ഥലമില്ല. ഇവിടെ നക്ഷത്രത്തിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. അരിവാളും ചുറ്റികയും മാത്രമേ ഉള്ളൂ. നമ്മൾ തുടങ്ങുന്നത് തന്നെ കുറച്ച് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളായിട്ടാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറിയ സ്റ്റാളുകളായിട്ട് തോന്നും. പക്ഷെ ഇതെന്ന് പറയുന്നത് എല്ലാം അവരുടെ വലിയൊരു ഹോൾസെയിൽ മാർക്കറ്റാണ്. ചെറിയ ഇതൊരു 10 മീറ്റർ സ്ക്വയറല്ലേ കാണുള്ളൂ ഒരു കടകള്. ചെറിയ കടകളാണ്. ബട്ട് ഇവർക്കെല്ലാം വലിയ എന്താ പറയുക ലോഡുകൾ മറ്റു സ്ഥലത്ത് കാണും. ഇവരുടെ വെയർ ഹൗസുകളിൽ ഈ കാണുന്ന ചെറിയ പാവകള് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ലോകത്തിലെ തന്നെ ചെറിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് വിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നമ്പർ 1 മാർക്കറ്റാണ്. കുറച്ച് നീങ്ങുമ്പോൾ നമ്മൾ വീണ്ടും വേറെ സംഭവങ്ങളാണ്. ഇതെന്താ? ബലൂൺ ആർക്ക് ബ്രാക്കറ്റ്. നമ്മുടെ ബലൂണൊക്കെ വീർപ്പിക്കാൻ. ഇതെല്ലാം ഒരു ഗിഫ്റ്റ് സെന്റർ, അങ്ങനത്തെ സംഭവങ്ങളാണ്. നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇതുപോലുള്ള വാട്ടർ ഗെയിം ആക്ടിവിറ്റീസ് സംഭവങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള ഇതൊക്കെയാണ്. കാണുമ്പോൾ നമുക്കൊരു റീറ്റെയിൽ ഷോപ്പ് പോലെ തോന്നുന്നുണ്ട്. ഓരോ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റുകളാണ്. ടോയ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ് ആയിരിക്കും. ഇതൊക്കെ കണ്ടോ? ഇതുപോലെ അവരുടെ ഫാക്ടറികളുടെ പേരുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഫാങ്ഷിങ് ടോയ്സ് ഫാക്ടറി. അവരുടെ ഒരു മണക്കൂസ് കുടുസ് കട നമുക്കിവിടെ കാണാൻ സാധിക്കും. ബട്ട് നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് 10,000 20,000 ഇവിടെ ഒരാൾ ഡ്രോൺ പറപ്പിക്കുന്നുണ്ട്. നമ്മുടെ 15,000 രൂപയ്ക്കുള്ള ഡ്രോണാണ് നമ്മളിവിടെ കാണുന്നത്. വേണ്ടി കുഞ്ഞൻ ഇത് പറപ്പിക്കുകയാണ്. ഇത് കൊള്ളാലോ. വീട്ടിൽ നമുക്ക് കൊച്ചുകുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇവിടെ തോക്കല്ല, ഇവിടെ അതാണ്ട് അവര് അമുട്ട് വരെ കൊടുക്കുന്നുണ്ട്. അതാണ്ട് ബോംബ് വരെ ഇവർ കൊടുക്കുന്നുണ്ട്. വീട്ടിലൊരു ബാറ്റിൽ ഗ്രൗണ്ട് തുടങ്ങാനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എൻ്റെ അമ്മോ, എന്ത് നമ്മൾ കൂടുതൽ കാണുന്നത് തോക്കിന്റെ ഫാക്ടറികളാണല്ലോ. എൻ്റെ അമ്മോ, M4ന്റെ കണ്ണാണ് താണ്ടെ ഇവിടെ ഈ കാണുന്നത്. M4 PUBG കളിക്കുന്നവർക്ക് ഇതിന്റെ പേരൊക്കെ അറിയാം. കൊള്ളാം കേട്ടോ, അടിപൊളി. നാട്ടിൽ നിന്ന് വെടിവെച്ച് കളിക്കാം. അടിപൊളി സാധനം കേട്ടോ. ഇവിടെ ഇല്ലാത്ത ഒരു സാധനം ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയണം. നമ്മൾ ആക്ച്വലി കയറിയിട്ട് 5 മിനിറ്റ് ആയതേ ഉള്ളൂ. 5 മിനിറ്റ് ആയപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങള്. എന്താ ഇതെല്ലായിടത്തും തന്നെ വിമാനങ്ങളാണല്ലോ. ഇത് പേപ്പറിന്റെ വിമാനമാണ്. പേപ്പറിന്റെ വിമാനത്തിലാണ് അവർ ഇത്രയും പറപ്പിച്ച് കളിക്കുന്നത്.
നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴായിട്ട് ഫേമസ് ആയിട്ട് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു കൊടുക്കുന്ന സംഭവമല്ലേ, ആ കാണുന്ന സംഭവങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പോർട്രേറ്റ് ക്യാമറാസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങുമ്പോഴേ ഇതൊക്കെ എത്ര ആയിട്ടൊക്കെ വാങ്ങണം? മിനിമം പീസ് അങ്ങനെ? അതൊരു കാർട്ടൂണാണ്. മിനിമം 5 കാർട്ടൂണാണ് പറയാ. ചില പിന്നെ 2 കാർട്ടൂൺ 3 കാർട്ടൂൺ സംഭവിക്കും. മിനിമം 5 കാർട്ടൂൺ എന്നാണ് അവർ പറയുന്നത്. സാധാരണ ഈ കടകളിലൊക്കെ വന്നിട്ട് നമുക്ക് ഒരു സാധനം മാത്രം വാങ്ങിച്ചു പോകുന്ന പരിപാടിയൊന്നുമില്ല. ഇവിടെ വരുന്ന ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് കറക്റ്റ് എത്ര പീസാണ് വരുന്നത്, വന്നാൽ 100 പീസോ 500 പീസോ എത്ര കാർട്ടൂണാന്ന് വെച്ചാൽ അത് പറഞ്ഞ് എടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുത്ത് നാട്ടിലും പിന്നെ GCC രാജ്യങ്ങളിലൊക്കെ കൊടുക്കുന്ന പരിപാടിയാണ്. കാരണം ഇവിടെ നിന്ന് എടുക്കുന്നതെന്ന് പറയുമ്പോൾ, ഇവിടെ വന്ന് എടുക്കുന്നതെന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഇവിടെ ഒരാളുണ്ട്, എന്നിട്ട് അവരെ കൊണ്ട് എടുപ്പിക്കുവാണെങ്കിൽ അത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ പ്രസ് ചെയ്തിട്ട് എത്ര വേണോ കാറ്റ് ഇവിടെ കൂട്ടാം. നമ്മുടെ നാട്ടിലൊന്നും അവൈലബിൾ അല്ലാത്ത സാധനമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ കാറ്റ് കൂട്ടിയിട്ട് നമുക്ക് ഇവിടെ ഇട്ടാൽ മതി കേട്ടോ. ഇവിടെ എല്ലാം കാറ്റ് തനിയെ വയ്ക്കുള്ളൂ. നമ്മൾ എങ്ങോട്ട് വേണ്ടി നടന്നു പോയാലും ഏത് വെയിലത്തായാലും കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇത് പുള്ളിക്കാരെ കണ്ടില്ലേ, കയ്യിലെ സെൻസർ കൊണ്ടാണ് പുള്ളിക്കാരെ ഇത് വർക്ക് ചെയ്യുന്നത്. കൈ ഇങ്ങനെ ആക്കിയാൽ അങ്ങോട്ട് പോവും. നമുക്ക് മസാജാണ് ഇവിടെ. എന്നാൽ നമ്മുടെ നാട്ടിലെ കടയിലൊക്കെ ഇതൊക്കെ ഒരു 100 പീസ് വാങ്ങിച്ചിട്ടാലും ആളുകൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവും. എന്താ റോബോട്ട്. നമ്മളിവിടെ ഒരു സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ഇവിടെ ഉള്ളത് വേറെ ലോകമാണ്. താഴെ തന്നെ 14 സ്ട്രീറ്റുകൾ, ഇതുപോലെ 14 സ്ട്രീറ്റുകൾ ഉണ്ടായിരുന്നു. ബട്ട് അതിൽ നമ്മൾ ഒരു സ്ട്രീറ്റ് മാത്രം കുറച്ച് കറങ്ങി. ഇപ്പോൾ ഓർണമെൻറ്റിൻ്റെ സെക്ഷനാണ്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഈ സ്ഥലം വന്നാൽ അവർക്ക് പിന്നെ തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് തോന്നുന്നു. ഇവിടെ അവർ ലൈവായിട്ട് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. ഈ ഒരു സാധനത്തിന് ഇവിടെയാണെങ്കിൽ ഒരു 3000 രൂപയ്ക്ക് സാധനം കിട്ടും. എല്ലാ ഒരു എക്സ്പെൻസും കൂടെ വന്ന് നാട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് 5000 രൂപയുടെ അകത്ത് കിട്ടും. ബട്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ സുഖമായിട്ട് 10000 രൂപയ്ക്ക് കടകളിൽ വിൽക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഓർണമെന്റ്സിന്റെ ഭാഗത്ത് തന്നെ നമുക്ക് കിഡ്സിന്റെ കീ ചെയിൻസ്, നെയിൽ കട്ടേഴ്സ് 10, 20, 30 രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളി കീ ചെയിൻ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ അടുത്ത ഫ്ലോർ കയറി വന്നപ്പോൾ വീണ്ടും വേറെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. നമ്മുടെ രുദ്രാക്ഷ ഒരു കാർട്ടൂൺ യേശുവിനെ നിങ്ങൾ വാങ്ങിച്ചാൽ 400 രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു യേശു എത്തും. ചൈനയിലെ മാർക്കറ്റിലെ യേശുവിനെ മാത്രമല്ല, നമുക്കിവിടെ ഖുർആന്റെ സൂക്തങ്ങൾ എഴുതിയ ഇതുപോലുള്ള സംഭവങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പള്ളികളിലൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇനി അടുത്തൊരു ഡിസ്ട്രിക്റ്റിലോട്ട് പോവാണ്. ഈ ഒരു 5 ഡിസ്ട്രിക്റ്റും ആക്ച്വലി ഒറ്റ ഇതായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മൾ നേരെ കയറി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ്. ഇതെന്താ, നമ്മൾ കൊട്ടാരത്തിലെത്തിയ അനുഭൂതിയാണ്. റബ്സിന്റെ ഹൗസിലൊക്കെ പോയാൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ഒരു കടയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട്. ഇത് നമ്മുടെ ഊത് വെക്കുന്ന, ഇത് ആക്ച്വലി കണ്ടിട്ട് എന്തൊക്കെയാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കാണുന്നത് ഐസ്ക്രീം മേക്കറാണ്. നല്ല രസമുണ്ട്. ഐസ്ക്രീം മേക്കേഴ്സ്, കിച്ചൺ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ്. നല്ല മനോഹരമായിട്ടുള്ള നല്ല രസമുണ്ട്. കണ്ടോ, അടിപൊളി കേട്ടോ. ഈ കാണുന്ന സാധനങ്ങൾ ഇതെല്ലാം നമുക്ക് കിച്ചണിൽ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഫ്രൂട്ട്സ് വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം അല്ലേ, ചോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ്. അതിൽ തന്നെ നമുക്ക് 4-5 ബ്ലേഡുകൾ അതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. എല്ലാം ഭയങ്കര അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ചെറിയൊരു സാധനത്തിൽ തന്നെ പല അഡ്വാൻസ് ആയിട്ടുള്ള യൂസും അതിൽ അവർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ കഴിയുന്ന ചെറിയ ടേബിൾ ഫാൻസ് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഹലോ, താങ്ക് യു. നമ്മുടെ അണ്ടർവെയറും സോക്സും മാത്രം അലക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ഇവിടെ കാണുന്നത്. ഷൂസും അലക്കാൻ കഴിയും, ഷൂസും എല്ലാം അലക്കാൻ കഴിയുന്ന സംഭവമാണ്. ഇവിടെ നമുക്ക് വേറെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കോഫി മേക്കേഴ്സ്, ബ്ലെൻഡർ, ഇവിടെ ധാരാളം നമ്മുടെ ഇതിന്റെ പേരും പറഞ്ഞില്ല എനിക്ക്. ഹാൻഡ് ബോക്സ്,
ചൈനയിലും തായ്ലൻഡിലും അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലൊക്കെ ആളുകൾ ഡെയിലി കൊണ്ടു നടക്കുന്ന സാധനമാണ്. ഇതിൻ്റെ കാറ്റ് കണ്ടോ, നല്ല പവർഫുൾ ആണ്. നമുക്ക് ചൂടറിയില്ല. ഇതുകൊണ്ട് ഇങ്ങനെ നടന്നാൽ മാത്രം മതി. നമുക്ക് ചന്തയിലൊക്കെ മീൻ വാങ്ങാൻ പോകുമ്പോൾ ഇതും കൊണ്ട് നടന്നാൽ മതി അല്ലേ. ഇവിടെ നമ്മുടെ വെജിറ്റബിൾ എന്താ പറയുക, അരിയുന്ന സംഭവങ്ങൾ, വീട്ടിൻ്റെ കിച്ചണിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ ആയിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് നമ്മുടെ വാട്ടർ ബോട്ടിലുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലൈറ്റ് വെയിറ്റ് ആണല്ലോ, കണ്ടാൽ നല്ല സംഭവം ഉണ്ടായിരിക്കും. പക്ഷേ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പല മോഡലുകളിലുള്ള വാട്ടർ ബോട്ടിൽസ് ഇവിടെ ഇങ്ങനെ നടന്ന് വരുന്നവർക്ക് ക്ഷീണിച്ച് കഴിക്കാൻ വേണ്ടി ഇവർ മസ്ക് മെലന് വാട്ടർ മെലനൊക്കെ ഇവർ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ മസ്ക് മെലനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറൊരാളും കൂടെ വന്നിട്ടുണ്ട്. ബ്രോ, എന്താ പരിപാടി, എങ്ങനെയുണ്ട്? പേര് പറയും. നിങ്ങൾ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് എവിടെ നിന്നാ? എല്ലാ ഭാഗത്തും മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോട്. നിങ്ങൾ മിഡിൽ ഈസ്റ്റിലോട്ടും ഈ സാധനങ്ങളൊക്കെ ഇറങ്ങി കൊടുക്കുന്നുണ്ടോ? ഇവിടെ ആക്ച്വലി കൂടുതൽ ആളുകൾ വന്നിട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവരിവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് വന്നിട്ട് എത്രയാണോ അവർക്ക് വേണ്ടത് എന്നിട്ട് അവർ നാട്ടിലോട്ട് കൊണ്ടുപോകുന്ന പരിപാടിയാണ്. ബട്ട് നമ്മൾ ദുബായിലൊക്കെ ഈ സുഡാനികളും അല്ലെങ്കിൽ ചില ഉഗാണ്ടൻസൊക്കെ വന്നിട്ട് സാധനം വാങ്ങിച്ച് പ്ലേറ്റിൽ കയറ്റി കൊണ്ടുപോകുന്ന പരിപാടി ഉണ്ടല്ലോ, അതുപോലുള്ള നിസ്സാരമല്ല. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വേറെ ഒരാൾ വേണം, എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി ലോജിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് നാട്ടിൽ എത്തിക്കാനായിട്ട് കഴിയുള്ളൂ. ഇവിടെ നമ്മുടെ നാട്ടിലെ ലൈറ്റ്സ് സംഭവങ്ങൾ അങ്ങനത്തെ ഒരു സെക്ഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മൊബൈലിൻ്റെ ട്രൈപോഡ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ വീട്ടിൽ ഷോക്കേസിംഗ് ആയിട്ട് വെക്കുന്ന സംഭവങ്ങൾ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഫുള്ള് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. നമുക്ക് ഇവിടെ നമ്മുടെ സേഫ്റ്റി ജാക്കറ്റ്സ്, ക്യാപ്പുകൾ, സംഭവങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇതാണോ നാട്ടിലോട്ടൊക്കെ കൂടുതലായിട്ട് പോകുന്ന സംഭവങ്ങൾ? ഇതൊക്കെ നാട്ടിലോട്ട് പോകുന്ന സംഭവങ്ങൾ എന്നാണ് അവർ പറയുന്നത്. അവരുടെ ധാരാളം കസ്റ്റമേഴ്സ് വാങ്ങുന്ന ഒരു സംഭവങ്ങളാണ് ഈ സേഫ്റ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ നമ്മുടെ വണ്ടിക്കൊക്കെ നമുക്ക് എന്താ പറയുക, കാർ വാഷറാണ്. നമുക്ക് പ്രഷറൈസ് ചെയ്ത് വാട്ടർ ആക്കാൻ പറ്റും. മാത്രമല്ല നമുക്ക് ചെവഴ് കഴുകാനും തറയൊക്കെ കഴുകാനും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ വിലയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുമ്പോൾ വെറും 500 രൂപ മാത്രമാണ്. ഇത് നാട്ടിലെത്തുമ്പോൾ കൂടിപ്പോയ ഒരു 900 രൂപ അല്ലെങ്കിൽ 1000 രൂപയുടെ അകത്ത് നമുക്ക് ഡ്യൂട്ടി, കസ്റ്റംസ് എല്ലാം കഴിഞ്ഞ് വരും. അടിപൊളി സാധനം കേട്ടോ. ഇതെല്ലാം നമ്മുടെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇത് കട്ടറല്ലേ, ഇത് നമ്മുടെ കട്ടറാണ്. ഇതെല്ലാം ബാറ്ററിയാണ് സംഭവം. ബാറ്ററി നല്ല അത്യാവശ്യം ചാർജും സംഭവങ്ങളൊക്കെ നിൽക്കുന്നു. നമുക്ക് വയറും കാര്യങ്ങളൊന്നും തൂക്കി നടക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഏരിയയിൽ നമ്മുടെ ലേഡീസിന് ആവശ്യമായിട്ടുള്ള കോസ്മെറ്റിക് സംഭവങ്ങളൊക്കെയാണ്. നമ്മുടെ ഗ്ലാസ്, പിന്നെ അതാ നെയിൽ കട്ടർ സംഭവങ്ങൾ. ഇവിടെ നമുക്ക് പൂച്ചയെയും പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ പൂച്ചയെ കൊണ്ടുപോകുന്ന പെറ്റ്സ് ബാഗ്സ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒത്തിരിയുള്ള അക്സസറീസ് ആണിത്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഇത് നമ്മുടെ പട്ടിക്ക് എറിഞ്ഞുകൊടുത്ത് കളിക്കാൻ വേണ്ടിയുള്ള, ഇത് പട്ടിക്ക് വേണ്ടിയുള്ള എല്ലിൻ കഷ്ണം, ഉച്ചയ്ക്ക് കിടക്കാനുള്ള മെത്തയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ചൈനയിൽ ഇത് ഭയങ്കര വലിയ മാർക്കറ്റാണല്ലേ, മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ് ആണല്ലേ. ഇതായിരിക്കും സ്ത്രീകൾക്ക് കാണാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സ്ഥലം. ഇതാ ബാഗുകളാണ്, നല്ല രസമുള്ള ബാഗുകളൊക്കെ വേണം. പല രീതിയിലായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബാഗുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പൗച്ച്. ഇവിടെ ഇവർ സ്റ്റോക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താ സംഭവം? സ്റ്റോക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് സാധാരണ നമ്മളൊരു പ്രൊഡക്ഷൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ടൈം ഉണ്ടാവും. ഓർഡർ ചെയ്ത് 2 വീക്സോ 3 വീക്സോ അവർ ടൈം പറയും. ഈ സ്റ്റോക്ക് റെഡി സ്റ്റോക്കുള്ള ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നതോട് കൂടി നാളെ തന്നെ നമുക്ക് സാധനം അവർ വേറെ ഡെലിവറി നാട്ടിലെത്തിച്ചു കൊടുക്കുവാണെങ്കിൽ സാധാരണ എത്ര നാളൊക്കെ ആയിരിക്കും എടുക്കുന്നത്? നമ്മൾ മൊത്തം ഒരു 45 ഡേയ്സ് ആണ് പറയാം. 2 വീക്സ് വേണം. പിന്നെ നാട്ടിലെത്തി അതിന്റെ ക്ലിയറിംഗ് കഴിഞ്ഞ് അവർ ഡോർ ടു ഡോർ ഡെലിവറി കൊടുക്കുമ്പോഴേക്ക് ഓൾമോസ്റ്റ് 45 ഡേയ്സ് കാണും. റെഡി സ്റ്റോക്കിലാണ് 1 മന്തിന്റെ താഴെ. ഇപ്പോൾ ഒരു 45-50 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അവരുടെ വീട്ടിലെത്തിക്കും. ഇത് പൗച്ചാണ്, ചെറിയ പൗച്ചുകളാണിത്. നല്ല രസമുണ്ട്, അടിപൊളിയാടാ. ഇവിടെ നല്ല രസമുള്ള നല്ല ഇതാണ്ട് മൊബൈൽ പൗച്ചുകൾ, ചെറിയ ചെറിയ മൊബൈൽ പൗച്ചുകൾ, നല്ല സ്ത്രീകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള, ഉമ്മമാർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ചെറിയ പൗച്ചുകളും സംഭവങ്ങളൊക്കെയാണ്. അത് ഇതെല്ലാം ഹാൻഡ് ബാഗ്സ് ആണ്. ഇതൊക്കെ സ്കൂൾ ബാഗ്സ് ആണല്ലേ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല സ്കൂൾ ബാഗ്സ് സംഭവങ്ങളൊക്കെ.
ഇത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയൊരു ഐറ്റം ബാഗ്സ് ആണ്. നമുക്ക് ഈ കാണുന്നതെല്ലാം ഓട്ടിക്കാനാണ്. ഇത് നമ്മുടെ ആക്സിലേറ്റർ ആണ്. ഇവിടെ കൊച്ചുകുട്ടികൾക്ക് ഓട്ടിക്കാനുള്ള സംഭവം എന്താ? പോകുന്നില്ലല്ലോ. ആ കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി സാധനം കേട്ടോ. ഇത് വേറെ ലെവല്. ഇത് നമ്മുടെ ബാറ്ററിയാണ്. ഈ കാണുന്ന സംഭവം നമ്മുടെ ബാറ്ററിയാണ്. ഇവിടെ നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും കഴിയും. മാത്രമല്ല ഇവിടെ ഒരു വലിയൊരു പൗച്ച്, നമുക്കൊരു ബാഗേജ് സെക്ഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ 40 ലിറ്റർ ഇവിടെ, 40 അല്ലേ, ഒരു 35 ലിറ്റർ കൊള്ളും കേട്ടോ ഈ ബാഗിൻ്റെ അകത്ത്. ഇവിടെ നമുക്ക് ടെൻറ്റ് സംഭവങ്ങളൊക്കെയാണ്. കൂടുതലായിട്ട് മിഡിൽ ഈസ്റ്റിലോട്ട് പോകുന്ന സംഭവമാണ്. ക്യാമ്പിംഗ് ചെയേഴ്സ്, അവിടെയും ക്യാമ്പിംഗ് ചെയേഴ്സും സംഭവമൊക്കെയാണ്. നമ്മുടെ സ്ലീപ്പിംഗ് ബാഗുകളൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കല്യാണത്തിന് നമുക്ക് മണവാട്ടി നമുക്ക് വരൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അതിനു വേണ്ടിയുള്ള കുടകളാണ് ഈ കാണുന്നത്. നമുക്ക് പല സൈസിലുള്ള കുടകൾ. ഇവിടെ നമുക്ക് ബീച്ച് അംബ്രല്ല, നമുക്ക് ഷാക്കിൻ്റെ അടുത്തൊക്കെ കെട്ടിവെക്കാൻ പറ്റുന്ന അംബ്രല്ലാസ് ആണ്. സ്കൂൾ അംബ്രല്ലയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് പുറത്തോട്ട് മടക്കി വെക്കുന്ന സംഭവങ്ങള്. ഇതെങ്ങനെയാ തുറക്കുന്നേ? ഇങ്ങനെയാണ്. ഇതുള്ളതാ കേട്ടോ. ചൂട് വെയിലുണ്ടെങ്കിലും ഈ ഡബിൾ ലെയർ വരുന്നുണ്ട്. വെയിലടിക്കില്ല, ചൂടടിക്കില്ല. തല കുത്തനുള്ള അംബ്രല്ലാസ്, തലയിൽ വെക്കാൻ പറ്റുന്ന നമ്മുടെ ചെറിയ അംബ്രല്ലാസ് കുട്ടികൾക്കുള്ള. ഇത് നമ്മുടെ ഓരോ സ്റ്റോളൊക്കെ ഇടുമ്പോൾ അതിന് വേണ്ടിയുള്ള അംബ്രല്ല ഹൗസാണ് നമുക്ക് സ്നിക്കേഴ്സിൻ്റെ. മറ്റൊരു കേരളത്തിൽ ഇപ്പോൾ ആവശ്യമായിട്ടുള്ള പ്രധാന സംഭവം റെയിൻ കോട്ടുകൾ. മഴയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പല വിധത്തിലുള്ള റെയിൻ കോട്ടുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഡിസ്ട്രിക്ട് 2-ന്റെ 5 നിലകളിലുള്ള സംഭവങ്ങൾ. ഫസ്റ്റ് നിലയിൽ നമ്മുടെ റെയിൻ കോട്ടുകൾ, ബാഗ്സ്, സ്യൂട്ട് കേസ്. പിന്നെ സെക്കൻഡ് നമ്മുടെ ഹാർഡ്വെയർ, ഫിറ്റിംഗ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്. തേർഡും നമ്മുടെ കിച്ചൺ, സാനിറ്ററി, സ്മോൾ ഹോം അപ്ലയൻസ്. പിന്നെ ഔട്ട്ഡോർ ഗുഡ്സ്, ഹാർഡ്വെയർ, ഡയറക്ട് സെല്ലിംഗ് സെന്റർ ഓഫ് മാനുഫാക്ചറിങ് എന്റർപ്രൈസസ്. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ജസ്റ്റ് ഡിസ്ട്രിക്ട് 2-ലുള്ള 5 നിലകളുടെ ഒരു ഇതാണ് നമുക്കിവിടെ കാണുന്നത്. ഈ ഒരു സ്ഥലത്ത് തന്നെ അവർ പുതുതായിട്ട് തൊട്ടടുത്തായിട്ട് എനർജി പ്രോഡക്ട്സിന് വേണ്ടി മറ്റൊരു മാർക്കറ്റ് അവിടെ ബിൽഡിംഗ് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വീട്ടിലെ ബിൽഡിംഗ് മെറ്റീരിയൽസ് തന്നെയാണ്. നമ്മുടെ ലോക്ക് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. പല രീതിയിലുള്ള പല മോഡലുകളിലുള്ള ലോക്ക് മെറ്റീരിയൽസ് ഒക്കെയാണ് ഇവിടെ. നമുക്ക് നമ്മുടെ ഷവർ സെറ്റപ്പ്, നമുക്ക് വാഷ്റൂമിലോട്ട് ആവശ്യമായിട്ടുള്ള ഷവർ സെറ്റപ്പ് ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഹാവ് മെന്യു സൊയ്ഗു എന്താ തെറി വിളിച്ചാണോ? സൊയ്ഗു എന്ന് പറഞ്ഞാൽ ഇൻ സൊയ്ഗു മീൻസ് ഐ തിങ്ക് ഇറ്റ്സ് ഫോർ മെന്യു സൊയ്ഗു. മെന്യു എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ലേഡി ആ ഒരു തരത്തിൽ. അപ്പൊ നമ്മുടെ സൊയ്ഗു ശേഷേ. ഇവിടെ വന്നിട്ട് നമുക്ക് സ്ത്രീകളെ എന്താ പറയാ ഒന്ന് സുഖിപ്പിക്കണമെങ്കിൽ പോയിട്ട് മെന്യു എന്ന് പറഞ്ഞാൽ മതി. അതായത് അവര് ഹാപ്പി ആക്കുന്ന ഒരു വാക്കാണ് മെന്യു എന്ന് പറയുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഷവർ സംഭവങ്ങളൊക്കെയാണ്. നമുക്ക് വാഷ്റൂമിലും നമുക്ക് കിച്ചണിലൊക്കെ ആവശ്യമായിട്ടുള്ള ടാപ്പ് അക്സസറീസ് ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഫേസ് കാണിച്ചാൽ അത് ഓപ്പൺ ആവുന്ന രീതിയിലൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ കഴിയുന്ന ഇതാണ്. പല രീതിയിലുള്ള ഫങ്ഷൻസ്. എന്താ ബ്രോ? പുറത്താരാണുള്ളത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വീട്ടിൻ്റെ അകത്തുള്ള ആളുകൾക്ക് അറിയാൻ കഴിയും. അതാണ്ടേ ഇവിടെ നമുക്ക് കോഴടിച്ചിട്ട് പുറത്തുള്ള ആളുകൾ വന്നിട്ട് ഈവൻ കോളിങ് ചെയ്യാൻ വേണ്ടി അവരെ വിളിക്കുമ്പോൾ നമുക്ക് ഇപ്പുറത്ത് നമുക്ക് ആ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഫിംഗർ പ്രിന്റ് ഉണ്ട്, നമ്പർ ലോക്ക്, ഫിംഗർ പ്രിന്റ്, അങ്ങനെ പല രീതിയിലുള്ള ലോക്കിംഗ് സിസ്റ്റങ്ങളാണ്. വാൾ ഡെക്കറാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പുട്ടിയൊക്കെ അടിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് എന്താ പറയുക വാളിലൊക്കെ വെക്കുന്ന ഒരു ഇതാണ്. കല്ലുകൾ, പല ഐറ്റംസ്. നീ ഹാവ് മെന്യു. കേട്ടില്ലേ, പുള്ളിക്കാരി സന്തോഷിയായി. കുറച്ച്
അതാണ്ടേ ഇവിടെ പല രീതിയിലുള്ള നമുക്ക് വാൾ മെറ്റീരിയൽസ് ഒക്കെയാണ്. നമുക്ക് ഇതൊക്കെ നമുക്ക് വാഷ്റൂമിലും ഈവൻ യൂസ് ചെയ്യാൻ കഴിയും. ഇവർ ഓൾറെഡി പരിചയമുള്ള ആളുകളാണ്. കണ്ടില്ലേ, ഇവിടെ വേറെ ആളുകൾ കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ട് വില പേശുന്നതും ഇവിടെ നിന്ന് വാങ്ങുന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ പുറത്ത് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് വേറെ എന്താ പറയുക, ബിൽഡിംഗ് വാൾസ് സംഭവങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിന്റെ ചുമരിലൊക്കെ വെക്കാൻ വേണ്ടിയൊക്കെയാണ്. നേരത്തെ വന്ന കുവൈറ്റി ആളുകളാണ്, അവരവരുടെ നാട്ടിലോട്ടൊക്കെ വേണ്ടിയാണ്. പുള്ളിക്കാരി അറബി സംസാരിക്കും എന്ന് പറഞ്ഞു. വഅലൈക്കും അസ്സലാം. എന്താ പറഞ്ഞേ? എനിക്ക് മനസ്സിലായില്ല. ഓ ഓക്കെ ഓക്കെ, അതേത് അറബിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല, നല്ലതാണെന്ന് പറയാം. ഗുഡ് ഗുഡ് ഗുഡ്. ആൻഡ് മോർ This is our showroom. Big factory. We make WPC plastic wall panels. Say more Arabic. More Arabic. More Arabic? No more. كيف الحال? كيف حالك? Then what is it? This I need to learn more Arabic. Inshallah. Student. Mashallah. Mashallah. Inshallah. Inshallah. Yes. Your name, Arabic, English name? What's My your name is Amina. Amina? Wallahi. Friend gave me this name. Amina. Yes. He do business with me. So He say, you are good boss. So I want to give you English name. So my name is Amina. 22, 20. Yes, 23. 23. What? 23. 3. You go to 30-year country. Yeah. That's my dream. You can go Amina in Arab countries. I cannot. Me, 我喜欢中国. 你喜欢中国? You come to China second time, you can speak Chinese. Hindi. Great. 我喜欢 really 中国. Best. China, welcome. Oh, thank you. Shukran. Marhaban. കസ്റ്റമേഴ്സ് വന്ന് പുള്ളിക്കാരി അറബിയും പഠിച്ചു കേട്ടോ. I think ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് വാൾസിൽ നമുക്ക് ചേർക്കുമ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വാൾസ് ഒക്കെ ആയിട്ട് വരും. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ആമിന മാസലാമ. Okay. I don't know how to say now. മാസലാമ, ഗുഡ് ബൈ. Okay. സോ അസ്സലാമു അലൈക്കും. Walaikum salam. നമ്മൾ അവിടെ നിന്ന് മുകളിലോട്ട് കയറിപ്പോൾ ഇതൊക്കെ സോളാർ ലൈറ്റുകളാണ്. പല രീതിയിലുള്ള സോളാർ ലൈറ്റുകൾ, നമുക്ക് വീട്ടിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ള LED ലൈറ്റുകൾ. ഇതാ ഈ കാണുന്നത് നമ്മുടെ സോളാർ ഫാനാണ് ഇതിലുള്ളതാ. ഓ ഇത് എനിക്ക് തോന്നുന്നു വലിയ ഈവൻ നമ്മുടെ വിൻഡ് മിൽസിൻ്റെ ആ ഒരു ഇതിൻ്റെ അത്രയും പവറൊക്കെ എടുക്കുന്ന സോളാറും അതിൻ്റെ എക്യുപ്മെൻറ്റ്സൊക്കെയാണ്. ഇതാ ഇവിടെയും നമുക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റോക്ക് എന്ന് പറയുമ്പം ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ് ഈ സോളാർ പാനലുകളാണ്. ഇതെന്താ ബ്രോ? സോളാറിൻ്റെ ബാറ്ററി ആണോ? സോളാറിൻ്റെ ബാറ്ററികളൊക്കെയാണിത്. ഇതാ ഇവിടെയും പല രീതിയിലുള്ള ലൈറ്റുകളൊക്കെയാണ്. സോളാർ ലൈറ്റ്സ് ആണ്. 100 വാട്ടിൻ്റെ, 60 വാട്ട്, 200 വാട്ടിൻ്റെ സോളാർ ലൈറ്റ് സംഭവങ്ങളൊക്കെയാണ്. അവിടെയുണ്ട് കേട്ടോ നമ്മുടെ ഒരു സോളാർ വൺ സ്റ്റെപ്പ് സൊല്യൂഷൻ. നമ്മുടെ BMW ഇലക്ട്രിക് കാറുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പിന്നെ വേറെ ഇവിടെ നമുക്ക് ഇലക്ട്രിക് കാറുകൾസ് നമ്പർ പ്ലേറ്റ് ഈ ഒരു ഗ്രീനും ഒരു ചെറിയൊരു ഷെയ്ഡഡ് ആയിട്ടുള്ള വൈറ്റ്, ഈ ഒരു നമ്പർ പ്ലേറ്റ് ആണ്. അല്ലെങ്കിൽ ഇവർ ബ്ലൂ എന്തോ ആണ് അല്ലേ. നാട്ടിലെ 40 ലക്ഷത്തിൻ്റെ ഒരു ഇലക്ട്രിക് BMW കാറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ വേറെ പല മോഡലുകളുള്ള കാറുകൾ കാണാൻ ജീലി എന്ന് പറയുന്ന ചൈനീസ് കമ്പനി. ഇത് നല്ല രസമുള്ള നീഹാവോ, നല്ല രസമുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പോകാൻ നല്ല രസമുണ്ട് അല്ലേ. നമ്മുടെ ജീപ്പിൻ്റെയൊക്കെ കുഞ്ഞൻ കാറുകളാ, നല്ല രസമുള്ള വണ്ടി. 6.5 ലക്ഷം രൂപയുള്ളൂ. 6.5 ലക്ഷം രൂപ ബഡ്ജറ്റിന്റെ ഒരു കാറാണ് കേട്ടോ ഈ കാണുന്നത്. ഇലക്ട്രിക് കാർ ഒരു സുഖമായിട്ട് ഒരു 5 പേര് ഇരിക്കാൻ പറ്റും. ഒരു ചെറിയൊരു ഫാമിലിക്ക് ഇരിക്കാൻ പറ്റിയ ഒരു കാറാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ ഇലക്ട്രിക് സംവിധാനങ്ങളൊക്കെ കുറച്ച് കൂടുതൽ ഫേമസ് ആകുമ്പോൾ, അതായത് ചാർജിങ് പോർട്ട് സംഭവങ്ങളൊക്കെ എല്ലായിടത്തും അങ്ങനത്തെ സ്റ്റേഷനൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഷവോമിയുടെ കാറാണ് ഇതൊക്കെ. നമ്മുടെ നാട്ടിൽ പവർ ബാങ്കും ഷവോമിയുടെ ഫോണൊക്കെ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഇവിടെ താണ്ടെ അതിമനോഹരമായിട്ടുള്ളൊരു ഇലക്ട്രിക് കാറാണ്.
ഇവിടെ സ്ക്രീന് വരുന്നുണ്ട്. ഇവിടെ ഒരു നല്ല അടിപൊളി ഒരു സ്ക്രീന്, പിന്നെ എന്തൊക്കെയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇത് ആക്ച്വലി ചൈനയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതാ ഈ മുകളിൽ കാണുന്നത് നമ്മുടെ ക്യാമറയാണ്. ഇത് നമ്മുടെ ഒരു ക്യാമറ സിസ്റ്റമാണ്. പിന്നെ റൂഫ് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അല്ലേ? പറ്റില്ല, റൂഫ് ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയില്ല. ഇതാണ് ഇവിടെയാണ്, ഇതാണ് ഒരു ഡ്രൈവിംഗ് സിസ്റ്റം. ഇത് ആക്ച്വലി 25-30 ലക്ഷം രൂപയുടെ അകത്ത് മാത്രമേ വരുന്നുള്ളൂ. എനിക്കൊന്ന് നാട്ടിൽ ചർച്ചയാവുന്ന ഒരു കാറാണ് ഷവോമിയുടെ ഈ ഒരു പുതിയൊരു മോഡല്. ഇവിടെ അവർ ഈവൻ ചാർജിങ് സ്റ്റേഷനുകൾ വരെ വിൽക്കാനായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വേറെ, ഇത് ഹുവായിയുടെ ആണല്ലോ, ഹുവായിയുടെ കാറുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഹുവായി, ഇതൊക്കെ നമുക്ക് മിനി കിച്ചൺ സെറ്റപ്പ് സംഭവങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ ക്യാമ്പിങ്ങിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു വിൻഷീൽഡൊക്കെ വെച്ചിട്ടുള്ള ഒരു കുക്കിംഗ് സെറ്റാണ്. 1 carton 50 piece. So 50 into 10, okay? 10 carton。 No. One price. 你说 money 是 Yeah. No. 拿不到。ബാർഗെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. 7.5. No， 最低啦，最低价。fixed price. 最低价了。Okay, 谢谢. സംഭവം എന്ന് പറയുന്നത് ചൈനയിൽ എന്ത് വാങ്ങാനാണെങ്കിലും ബാർഗെയിനിങ് എന്ന് പറയുന്ന സംഭവം നടക്കും. ബട്ട് ഈ ഒരു മാർക്കറ്റാണ് എനിക്ക് തോന്നിയത്, മനസ്സിലായത്. അങ്ങനെ അധികം ബാർഗെയിൻ നടക്കില്ല. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ കൂടുതലും അവർ ഫിക്സഡ് പ്രൈസ് ആണ്, ഹോൾസെയിൽ ആണല്ലോ. അപ്റ്റെയിൽ മാർക്കറ്റ് അല്ല, എല്ലാ റീറ്റെയിൽ മാർക്കറ്റ്, ഈവൻ മാളുകളിൽ പോലും ചൈനയിൽ പോയാൽ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാം. നമ്മുടെ നാട്ടിലൊന്നും മാളിലൊക്കെ പോയിട്ട് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ കഴിയില്ല. ബട്ട് ചൈനയിൽ അത് പോസിബിൾ ആണ്. ഇവിടെ ഇവർ ഓരോ ഫാമിലീസ് അവരുടെ മക്കളെയും അവരുടെ കുടുംബമൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാ കുറച്ച് കുട്ടികൾ ഇവിടെ നിന്ന് കളിക്കുവാണ്. ചിലപ്പോൾ എനിക്കൊന്ന് അവരുടെ അമ്മയുടെ ഷോപ്പായിരിക്കണം ആ കാണുന്നത്. നല്ല രസമുണ്ട്. ഇവിടെ നമ്മുടെ ഗ്ലൗവും സംഭവങ്ങളൊക്കെയാണ്. നമുക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് ഇതിന് ഒക്കെ വേണ്ടിയിട്ടുള്ള ഗ്ലൗവ് നമ്മുടെ അതൊക്കെയാണ് നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഡ്രിൽ എക്യുപ്മെൻറ്റ്സ്, പിന്നെ നമ്മുടെ സേഫ്റ്റി ഐറ്റംസ് ഒക്കെയാണ്. ഇവിടെ നമ്മുടെ ഡ്രില്ലിംഗ് എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ മെഷീനറീസ് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പല രീതിയിലുള്ള പല ഐറ്റംസിൻ്റെ എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഗ്രാസ് ആണ് കേട്ടോ സംഭവം. ഗ്രാസ് ഈ മാർക്കറ്റിൽ തന്നെ വേറൊരു പോയിന്റ് ഉണ്ട്. ഡിസ്ട്രിക്ട് 1 സ്റ്റാർട്ടിംഗ് ഉണ്ട്, നമ്മളവിടെ പോയിട്ടില്ല. കാരണം ഗ്രാസ് ടർഫിന്റെ ഗ്രാസും ഉണ്ട്, പിന്നെ അതേപോലെ ഇപ്പൊ കൂടുതൽ ലോൺ ഗ്രാസുകളാണ്. ഇവിടുന്ന് ചെയ്യുന്നത് വിയറ്റ്നാം. ഇപ്പൊ നമ്മളിങ്ങനെ വിയറ്റ്നാമിൽ നമ്മൾ കണ്ടെയ്നറായിട്ട് നാട്ടിൽ ചെയ്ത് കൊടുക്കുന്നത്. വിയറ്റ്നാം ആകുമ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ല. ആസിയാൻ കരാറിൽപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ല. ഇന്ത്യയിലെത്തുമ്പോൾ നമുക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ല. ഒഴിഞ്ഞു കിട്ടുന്നുള്ളതുകൊണ്ട് വിയറ്റ്നാമിൽ നിന്നാണ് കൂടുതലും ലോൺ ഗ്രാസുകൾ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്, ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് ശേഷം കുറച്ചൊക്കെ ആകുമ്പോൾ ചെറിയ ഓർഡറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു 10 റോള് അല്ലെങ്കിൽ 25 റോള് 50 റോളൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് തന്നെ ആയിരിക്കും. ഒരു ടർഫിനൊക്കെ സുഖമായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ലോൺ ഗ്രാസിന് മുറ്റത്ത് ഇരിക്കാനുള്ള അതിനും പോകുന്നില്ല. നിങ്ങൾക്ക് ചെറിയ ഒരു വീടിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു 2 സെന്റിനൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് ഓർഡർ തന്നാൽ നിങ്ങൾ കൊടുക്കില്ലേ? അങ്ങനത്തെ ഇവിടുന്ന് എടുക്കാൻ പറ്റും. ബൾക്ക് ഓർഡർ ആണ്. ഇപ്പൊ ഒരു കണ്ടെയ്നർ ഓർഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വിയറ്റ്നാം ആയിരിക്കും ലാഭം. നമ്മൾ വിയറ്റ്നാമിൽ ചെയ്ത് കൊടുക്കും. ഈ കാണുന്നത് നമ്മുടെ സ്കൂട്ടറും സംഭവങ്ങളൊക്കെയാണ്. നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള കിക്ക് സ്കൂട്ടറുകളൊക്കെയാണ്. പിന്നെ ഈ കാണുന്നത് വലിയ കിക്ക് സ്കൂട്ടറുകൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള കളിപ്പാട്ടം ഐറ്റംസ്. ഇവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൈഡേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ബാഗുകൾ, ഹെൽമെറ്റൊക്കെയാണ്. ഇതാണ്ടേ റൈഡിങ് ജാക്കറ്റുകൾ, നമ്മുടെ നീ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഇത് വെസ്റ്റുകൾ, നമ്മുടെ ഗ്ലൗകൾ. പിന്നെ ഈ കാണുന്ന ബാഗുകൾ നമുക്ക് ഫോണിൽ കണക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ഇവിടെ പുറത്ത് കാണിക്കാം. കുട്ടികളുടെ വണ്ടികളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ജീപ്പ്, ഇതൊക്കെ ഇലക്ട്രിക് ആണെന്ന് തോന്നുന്നു. നമുക്ക് മൊബൈലിൽ ഇവരുടേതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിൽ നമ്മളാക്കുമ്പോൾ ചേഞ്ച് ചെയ്യാൻ കഴിയും. പുള്ളിക്കാരിയുടെ അടുത്ത് ഞാൻ എൻ്റെ ഫോട്ടോ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ വർക്കാവോ നോക്കട്ടെ. അവസാനം എൻ്റെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എന്താ ബൈസൈക്കിൾസ് ആണ്, മാത്രമല്ല ഇലക്ട്രിക് സൈക്കിൾ. ഇതാ ബുള്ളറ്റാണോ? സൈക്കിളൊക്കെ വേണ്ടോ?
ഇത് നമുക്ക് ബാറ്ററി ഒരു സ്കൂട്ടറാണ്, നമുക്ക് ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഫോൾഡബിൾ സ്കൂട്ടറാണ്. ഈ കാണുന്ന എനിക്ക് തോന്നുന്നു ചാർജിങ് പോർട്ട് സംഭവങ്ങളൊക്കെയാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കിക്ക് സ്കൂട്ടറുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വേറൊരു സാധനം കണ്ടോ, ഇത് നമുക്ക് നിന്ന് പോകാൻ കഴിയുന്ന ഒരു സ്കൂട്ടറാണ്. ഇതിനെന്താ പറയുന്നത്? സെഗ്വേ എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. ശാസ്ത്രീയ നാമമാണോ സെഗ്വേ? ഇത് നമ്മുടെ കാർ വാഷിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാട്ടർ പ്രഷർ മെഷീനാണ്. പവർ ഓക്കെ. അത് നമുക്ക് വയറ് കൊണ്ടുപോയി കുത്തണ്ട. ഇത് ആക്ച്വലി ഇങ്ങനെ മൊബൈൽ കാർ വാഷിന് നമ്മുടെ വീട്ടിലൊക്കെ ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമ്മുടെ ഇലക്ട്രോണിക് എന്താ പറയുക, ഈ ബ്രഷാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹെയർ ഡ്രയർ ഇവിടെ കാണാൻ സാധിക്കും. അത് മറ്റേ ഡസ്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി. പുറകിലും കാറ്റാണ്. കാറിന്റെ ഈ ചെറിയ ഇടവിലുള്ള പൊടിയൊക്കെ അടിച്ചു കളയാൻ വേണ്ടി ഒരു നമ്മുടെ മസാജർ, നമുക്ക് തോൾവേദനയൊക്കെ ഉണ്ടെങ്കിലുള്ള മസാജർ, പിന്നെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ. ഇത് നമുക്ക് വേസ്റ്റ് മസാജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. പിന്നെ നമ്മുടെ ചെറിയ ഫാനുകൾ, നമ്മുടെ മിനി ക്യാരിയിങ് എന്താ പറയുക, പോർട്ടബിൾ ഫാന് മസാജിങ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ലെവൽ ഇടുക. അടിപൊളി കേട്ടോ. ഇതാരാ? Ekasu is back. This is second street. This is second street? This is സെക്കൻഡ് സ്ട്രീറ്റ് ആണ്. ഇവിടെ QR സ്കാനുള്ള പിച്ചക്കാരനെ വരെ നിങ്ങൾക്ക് ചൈനയിൽ കാണാൻ സാധിക്കും. അസ്സലാമു അലൈക്കും. പുള്ളിക്കാരൻ അറബിയൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണ് അറബിക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. ട്രിമ്മേഴ്സാണ് നമുക്ക് ഈ കാണുന്നത്. ചൈനയിൽ ഞാൻ പലയിടത്തും ശ്രദ്ധിച്ചു, ഇതുപോലുള്ള ട്രിമ്മറുകൾ ആളുകൾ കയ്യിൽ കൊണ്ടു നടക്കും. എന്നിട്ട് അവർ ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ ഷേവ് ചെയ്ത് ഇങ്ങനെ ആക്കും. അത് ആകും. വീണ്ടും ഒരു മുടിയും കൂടെ ആക്കുമ്പോൾ അവർ വീണ്ടും ഇതാക്കും. ഇനി നമ്മൾ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു ഭാഗത്തൊക്കെയാണ് വന്നത്. ഈ കാണുന്ന ചെറിയൊരു കീച്ചെയിൻ അല്ലല്ലോ, ഇതെന്താ സ്റ്റാപ്നർ. ഇത് അല്ലേ, പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ ഫേമസ് ആയിട്ട് നമ്മൾ പറയും ചൈനീസ് സാധനങ്ങളെന്ന് പറയും. ബട്ട് ചൈനയിൽ വളരെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ട്, ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓരോ രാജ്യത്തേക്ക് വേണ്ടിയുള്ള ഫ്ലാഗുകൾ, ഇതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലെ ഷോപ്പുകളിലും മാളുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന മെഷീൻസ് ആണ്. നമുക്ക് കോയിനൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്താ പറയുക, ആളുകളെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള മെഷീൻസ്. പന്തുകൾ. ഹലോ, നിയോ ചുനാലി മിൻസ് ജോഷുവ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്, കൊച്ചുകുട്ടിയുടെ പേര്. പിന്നെ എന്താണ്ടേ നമ്മുടെ ക്ലിപ്സ്. മോനെ, എൻ്റെ സ്ഥലത്തോട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റീസ് ആയിട്ടുള്ള ക്യാമ്പിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പല രീതിയിലുള്ള നമുക്ക് കുക്കിംഗ് എക്യുപ്മെൻറ്റ്സ്, ഡീപ്പിംഗ് ബാഗുകൾ എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈവൻ നമ്മുടെ ഹൈക്കിംഗ് സാൻഡൽസ്. ഇവിടെ നമുക്ക് മിലിറ്ററി പർപ്പസിനൊക്കെ വേണ്ടിയിട്ടുള്ള ബാഗുകൾ. നമുക്ക് ആവശ്യങ്ങൾ. നമുക്ക് പിൻബോൾ ഗെയിം അല്ലേ, ആ ഗെയിമിൻ്റെ പേരെന്താ? പിൻബോൾ ഗെയിമിനൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അതിന് വേണ്ടിയുള്ള കുറേ എക്യുപ്മെൻറ്റ്സ് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ നമുക്ക് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ്, നമുക്ക് ലബോറട്ടറി അങ്ങനത്തെ പർപ്പസിന് വേണ്ടിയുള്ള ഇത്. പിന്നെ നമ്മുടെ വീൽ ചെയർ സംഭവങ്ങൾ, നമുക്ക് ഡോക്ടേഴ്സിനൊക്കെ വേണ്ടിയുള്ള കോട്ടുകളും സംഭവങ്ങളൊക്കെ. ഇത് നമുക്ക് വേറെ സ്റ്റേഷനറി ഐറ്റംസ്, ടേപ്സ്, പിന്നെ നമ്മുടെ ഗ്ലൂ ഗണ്ണില്ലേ, നമുക്ക് ഹാർഡ്വെയർ സംഭവങ്ങൾ, കാർപ്പൻറ്റേഴ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള ഗ്ലൂ ഗൺസ് സംഭവങ്ങളൊക്കെയാണ്. സ്റ്റേഷനറിയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഫയലുകൾ, ഈ കാണുന്ന പല രീതിയിലുള്ള ഫയലുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് എന്തെല്ലാം ചിന്തിക്കുന്നുണ്ടോ അതെല്ലാം ഇവിടെ കിട്ടും. പിന്നീട് നിങ്ങൾ ആലോചിച്ച് തലപുകയേണ്ട ആവശ്യമില്ല. ഇതുണ്ടോ മാഹിന്റെ വീഡിയോയിൽ, അത് കണ്ടില്ല എന്നൊക്കെ. കണ്ടില്ലേ, A to Z ഐറ്റംസ് ഉണ്ട്. പല ഭൂഖണ്ഡങ്ങളിൽ നിന്നൊക്കെയാണ് ആളുകൾ ഇവിടെ വരുന്നത്. അത്ര ഫിഷിങ്ങിനൊക്കെ പോകുന്നവർക്കൊക്കെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ്. പല രീതിയിലുള്ള പല ക്വാളിറ്റികളിലുള്ള ഫിഷിംഗ് നെറ്റുകളും. ഇത് നമ്മുടെ ഫിഷിംഗ് സ്റ്റിക്കൊക്കെയാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹൈ ക്വാളിറ്റി മുതൽ
ലോ ക്വാളിറ്റി വരെ അവൈലബിൾ ആണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ചൈനയിൽ ലോ ക്വാളിറ്റി മാത്രമേ ഉള്ളൂ എന്ന്. ഹൈ ക്വാളിറ്റി വമ്പൻ സെറ്റപ്പ് വരെ പുറകിൽ ഇരിപ്പുണ്ട്, കൂടിയ വില മുതലുള്ളത്. ഇവിടെ പിന്നെ ഫിഷിംഗ് നെറ്റൊക്കെയാണ് നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നത്, മത്സ്യബന്ധനത്തിന് വേണ്ടി. പിന്നെ നമ്മുടെ വോളിബോൾ ആ ഒരു ഇത് നെറ്റ് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ എന്താ നമ്മുടെ സ്പോർട്സ് ഐറ്റംസ്, ഫുട്ബോള്, വോളിബോള്, റഗ്ബി, അതിനൊക്കെ വേണ്ടിയുള്ള ഐറ്റംസ്. ഈ കാണുന്ന ഏരിയ നമ്മുടെ ഐ ഗ്ലാസസിൻ്റെ സ്പെഷ്യലായിട്ടുള്ളതാണ്. ഐ ഗ്ലാസസ് ടൂറിസം ഷോപ്പിംഗ് ക്യാരക്ടറിസം ഏരിയ. ഇവിടെ ഐ ഗ്ലാസസ് ഒക്കെയാണ്. നീ ഹാവ് മെന്യു നീ ഹാവ്. പല രീതിയിലുള്ള ഐ ഗ്ലാസസുകളുടെ ഫ്രെയിമുകൾ നമുക്ക് കിട്ടും. ഫ്രെയിമും സൺഗ്ലാസും എല്ലാം ഉണ്ടല്ലേ. ബട്ട് നമ്മളെ പവർ വെച്ച് ഇവർ ചെയ്യുന്നുണ്ടോ? അത് നാട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയും. കണ്ണടയുടെ പല രീതിയിലുള്ള ബോക്സസ് ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള രീതിയിലുള്ള ബോക്സസ്. ഇവിടെ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എന്താ പറയുക സൺഗ്ലാസുകൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സൺഗ്ലാസുകൾ, നമുക്ക് ഗ്ലാസ്സുകളും അവർ വിൽക്കുന്നുണ്ട്. ഈ ഗ്ലാസ്സിലാണല്ലോ അവർ പവർ വെച്ച് കൊടുക്കുന്നത്. അപ്പം ഈ ഗ്ലാസ്സുകളും ഇങ്ങനത്തെ ഗ്ലാസ്സുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഡെയിലി ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റുകൾ. പിന്നീട് കിച്ചണിൽ നമുക്ക് പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ, നമുക്ക് ബാത്റൂമിൽ ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, പിന്നെ നമുക്ക് കിച്ചണിന് വേണ്ടിയുള്ള സ്പൂൺ സിസ്റ്റംസ്, കിച്ചൺ എക്യുപ്മെൻറ്റ്സ് ആണ്. നല്ല പല രീതിയിലുള്ളതാ. മറ്റു അറബ്സിൻ്റെ വീട്ടിലൊക്കെ വയ്ക്കുന്ന പോലെ സ്വർണ്ണക്കരണ്ടികൾ. ഈ ഒരു സെക്ഷൻ നമ്മുടെ ലഞ്ച് ബോക്സ്, പ്ലാസ്റ്റിക് അങ്ങനത്തെ ഉള്ള ഐറ്റംസ് തന്നെ. നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള വാട്ടർ ബോട്ടിൽ, പോപ്പ്. നമ്മുടെ ടീ കപ്സും ജാസൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സെറാമിക് ഐറ്റംസ് ആണ് കേട്ടോ. സത്യത്തിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പല രീതിയിലുള്ള എനിക്കൊന്നും നാട്ടിൽ ഉള്ളതിനെക്കാട്ടി ക്വാളിറ്റി സാധനങ്ങളാണോ ഈ കാണുന്നത്? നമ്മുടെ നാട്ടില് സത്യത്തിൽ സെറാമിക് ടീ കപ്പുകൾ വളരെ കുറവാണ്. ഇമ്പോർട്ട് ചെയ്യുന്നതിന് ചില ആളുകളൊക്കെ വലിയ പ്രയാസമായിട്ട് ഫീൽ ചെയ്തിട്ട് ചൈനയിൽ നിന്ന് ഇമ്പോർട്ടും കുറവാണ്. നാട്ടിലത് ഉണ്ടാക്കുന്ന നല്ല മാനുഫാക്ചറിങ് കമ്പനികളും കുറവാണ്. നല്ല ഡിസൈന്, നല്ല സാധനം, ശരിക്കും നല്ല വെറൈറ്റി സാധനങ്ങൾ നാട്ടിലേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡാണ് സെറാമിക് പോട്ടുകൾ, സെറാമിക് കപ്പുകൾ. ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടോ നല്ല അടിപൊളി സെറാമിക് കപ്സും സംഭവങ്ങളൊക്കെയാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ, അതിഥികളൊക്കെ വരുമ്പോൾ അവരെ സ്വീകരിക്കാനൊക്കെ വേണ്ടി വെക്കാം. പിന്നെ നമുക്ക് ഷോക്കേസിലൊക്കെ പല ആളുകളും ഷോക്കേസ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിലൊരു ട്രെൻഡാണ്. പല രീതിയിലുള്ള ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ഐറ്റംസ്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ മാറ്റുകളാണ്. നമുക്ക് ഡോറിന് മുൻവശത്തൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഡോർ മാറ്റുകൾ, വീട്ടിൻ്റെ അകത്ത് വേണമെങ്കിൽ ഉള്ള ഡോർ മാറ്റുകൾ. ഇവിടെ കണ്ടോ, ഇതൊക്കെ നല്ല രസമുണ്ട്. നല്ല പാറ്റേണുകളും അവർ ചെയ്യുന്നുണ്ട്. പല വ്യത്യസ്തമായിട്ടുള്ള ഒരു മിഡിൽ ഈസ്റ്റ് പാറ്റേൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, സെൻട്രൽ ഏഷ്യൻ പാറ്റേൺ. പിന്നെ നമുക്ക് നോർമലി നമ്മുടെ നാടുകളിലൊക്കെ വരുന്ന ആ ഒരു തരത്തിലുള്ള മാറ്റുകൾ. ഇതൊക്കെ ആക്ച്വലി എത്ര പീസൊക്കെ എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ അവർക്ക് എന്തെങ്കിലും ലാഭമായിട്ട് കിട്ടാൻ ചാൻസ്? അത് ഇല്ല, ഒരു റോൾ 100 പീസ്, 1000 പീസിന്റെ ഒക്കെ റോളുകൾ എടുത്താൽ തന്നെ, കഷ്ണം എടുത്താൽ തന്നെ നല്ല ലാഭത്തിൽ നാട്ടിലാത്ത ബൾക്ക് ചെയ്യുന്നതനുസരിച്ച് എത്ര ഈ മാർക്കറ്റിന്റെ പ്രത്യേകത, നമ്മൾ എത്ര കൂടുതൽ എടുക്കുന്നു അതിനനുസരിച്ചാണ് ഇവര് പ്രൈസ് പറയും. പ്രൈസ് ചോദിക്കുമ്പോൾ തന്നെ എത്ര പീസാണ് വേണ്ടത് നിങ്ങൾ ചോദിക്കും, എത്ര കാർട്ടൂൺ വേണം, അതിനനുസരിച്ചാണ് പ്രൈസ്. മറ്റു എക്സ്പെൻസുകളൊക്കെ കറക്റ്റ് ആയിരിക്കും. പിന്നെ ഈ കാണുന്ന ഭാഗത്ത് നമ്മുടെ വാൾപേപ്പറാണ്. നമ്മുടെ ചുമരുകളിൽ ഒട്ടിക്കാൻ വേണ്ടിയുള്ള വാൾപേപ്പറുകളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള വാൾപേപ്പറുകൾ പല ഡിസൈനിൽ. 3D വാൾപേപ്പർ 3D എവിടെയാണ്? ഈ ഒരു ഭാഗത്ത് നമുക്ക് 3D വാൾപേപ്പർ ഉണ്ട് കേട്ടോ. ഇതൊരു 3D. ഈ കാണുന്നത് നല്ല രസമുണ്ട്. അതാണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ കല്ലുകൾ വെക്കേണ്ട ആവശ്യമില്ല. ഈ വാൾപേപ്പറുകൾ വെച്ചാൽ തന്നെ കറക്റ്റ് നമുക്കൊരു കല്ലുകൾ വീട്ടിലിരിക്കുന്ന പോലെ തോന്നും. ഇത് ഫ്ലോറില് നമ്മള് മുമ്പ് കാർപ്പറ്റ് ഇടുന്നതിന് പകരം ഷീറ്റ് ഇടുമായിരുന്നു. ആ ഷീറ്റ് ഇടാതെ ഇത് ടൈൽസ് പോലെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയ, മാത്രമല്ല നടക്കുമ്പോ ഇത് ശരിക്ക് നല്ല ഫീൽ ചെയ്യും, വളരെ വേഗത്തിൽ. ഇപ്പൊ ടൈൽസിന് പകരം ഇപ്പൊ നിലത്ത് ഷീറ്റ് ഇരിക്കുക അല്ലെങ്കിൽ കാർപ്പറ്റ് ഇടുകയൊക്കെ ചെയ്യുന്നതിന് പകരം ഇത് സ്റ്റിക്ക് ചെയ്താൽ മതി നിലത്തുകൊണ്ട് ടൈൽ പീസുകൾ. നല്ല രസമുണ്ട്. അതിന്റെ ഇവിടെയും പല ഇത്
ഇത് നല്ല ഇത് ക്വാളിറ്റി ഉള്ള സാധനം മാത്രമല്ല ഭയങ്കര നടക്കുമ്പോൾ നല്ല ഇതായിരിക്കും ഈ സാധനമൊക്കെ. വലിയ പീസുകളുണ്ട്, ടൈൽ പീസ് രീതിയിൽ തന്നെ വരും. ഇത് കറക്റ്റ് നമ്മള് പേപ്പർ അല്ല, കറക്റ്റ് ഒരു പീസ് പോലെ കണ്ടോ ആ ഒരു രീതിയിൽ. ഇതിന്റെ ബാക്കിൽ ഗ്ലൂ ഉള്ളതാണ്. ഇത് ഗ്ലൂ വെച്ച് നമുക്ക് ഇത് ഇവിടെ എടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒട്ടിക്കാനേ ഉള്ളൂ, ചെയ്യാനില്ല. സ്റ്റിക്കറാണ്. പിന്നെ അതിന്റെ ഡ്യൂറബിലിറ്റി അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ട്രെൻഡായിട്ട് വരുന്ന എന്താ പറയാ വാളിൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന വാൾ പാനലായിട്ട് വരുന്ന ഒരു സംഭവങ്ങളാണ്. ഈവൻ നമുക്ക് സീലിംഗ് പോലും ചെയ്യാല്ലേ. പിന്നെ ഇവിടെ നമുക്ക് ജാർസ് ആണ്. നമുക്ക് മിഡിൽ ഈസ്റ്റ് ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഡേറ്റ്സ് ഒക്കെ എടുത്ത് വെക്കാനും ഞാൻ നേരത്തെ തുടക്കത്തിൽ കാണിച്ച പോലത്തെ കുറേ ഫാൻസി ആയിട്ടുള്ള ഐറ്റംസാണ്. നമുക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ള ബ്രൂം, ആ ഒരു സംഭവങ്ങൾ, സെറാമിക്സ്, കപ്പുകൾ, വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നതാ. കണ്ടിട്ട് കണ്ണൊക്കെ മഞ്ഞളിക്കുന്നതാ. നമുക്ക് വാളിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നത് സെറാമിക്സ് മാത്രമല്ല, മെലാമിൻ പ്ലേറ്റുകൾ. മെലാമിൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മെലാമിൻ പ്ലേറ്റുകളാണ്. എന്താണ് പല രീതിയിലുള്ള. ഇവിടെ നമുക്ക് ഗ്ലാസ്സുകളൊക്കെയാണ്. നമുക്ക് ജ്യൂസ് കുടിക്കാനും മദ്യം കുടിക്കാനും ചായ കുടിക്കാനും വരെയുള്ള ഗ്ലാസ്സുകളൊക്കെയാണ്. അതാ ഈ ഒരു ഭാഗത്തൊക്കെ പലതരത്തിലുള്ള ഗ്ലാസ് ജാറുകൾ, നമുക്ക് നട്ട്സ് സ്റ്റോർ ചെയ്യാനുള്ള ഇത്. പിന്നെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഇതുപോലുള്ള സംഭവങ്ങൾ. നല്ല കൂടുതൽ ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം ഐറ്റംസ് ആണ് ഈ കാണുന്ന ഗിഫ്റ്റ് കൊടുക്കുന്ന ഇത്. പിന്നെ നമുക്ക് കഫേകളിലൊക്കെ നമുക്ക് ഷേക്കുകളോ അല്ലെങ്കിൽ മൊഹിത്തോക്കൊക്കെ വേണ്ടിയുള്ള ജാറുകളൊക്കെ. ക്ലോക്കുകൾ, അയ്യോ ഇതാണ് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്യിക്കുന്ന സാധനം. ക്ലോക്കുകൾ നല്ല രസമുണ്ടല്ലേ. അയ്യോ ഇത് ഓഫാവുന്നില്ലേ. ക്ലോക്കുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല രസമുള്ള ക്ലോക്കുകൾ, ആഡംബരമായിട്ട് തോന്നിക്കുന്ന കണ്ടോ, കൂടുതൽ ഒരു 3D സ്റ്റൈലിലുള്ള ക്ലോക്കുകൾ. ഒരു ക്ലോക്കിൻ്റെ ഒരു വേൾഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്താണ്ട് മതപരമായിട്ടുള്ള മുസ്ലിങ്ങളുടെ വീട്ടിലൊക്കെ പ്രദർശിപ്പിക്കാൻ പറ്റിയ അള്ളാഹ് എന്നൊക്കെ എഴുതിയ ദൈവത്തിൻ്റെ നാമമൊക്കെ എഴുതിയ ക്ലോക്കുകൾ അതെ. അതിൻ്റോടൊപ്പം തന്നെ അവർ ലഞ്ച് ബോക്സ്, ആ ഒരു സാധനങ്ങൾ, വീട്ടിൽ വെക്കാൻ കഴിയുന്ന ലൈറ്റുകൾ കണ്ടോ. നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ലൈറ്റ്, നമുക്ക് സ്റ്റഡി ടേബിളിൻ്റെ അവിടെയൊക്കെ നമുക്ക് വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള ലൈറ്റുകളാണ്. ഈ ഒരു ഭാഗത്തോട്ട് നമ്മുടെ ഫുഡ് വെയർ ഐറ്റംസ് ആണ്. നമുക്കിവിടെ സ്ത്രീകൾക്കുള്ള ഷൂസ്, ചെരുപ്പുകൾ, ഇവിടെ എന്താണ്ട് ചപ്പലുകൾ, പിന്നെ നമുക്ക് ഈവൻ നമ്മുടെ കാഷ്വൽ ഷൂസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്ത് കാഷ്വൽ ഷൂസ് ഇതെല്ലാം സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഓർഡർ ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഐറ്റംസാണ്. നമുക്കിപ്പോൾ നാട്ടിൽ ട്രെൻഡിങ് ആവുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകളൊക്കെയാണ്. പിന്നെ അതാണ് നമുക്ക് സ്വിം ചെയ്യാൻ പോകുമ്പോൾ ആവശ്യമായിട്ടുള്ള ചപ്പലുകൾ, വലിയ ക്രോക്സ് കണ്ടില്ലേ, ചപ്പലുകൾ. ഇതൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കൂടുതൽ കാഷ്വലായിട്ട് വീടുകളിലും വീട്ടിൻ്റെ പുറത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് ഇതെന്താ മെറ്റീരിയൽ? PVC മെറ്റീരിയലാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇവിടെ നമുക്ക് കാഷ്വൽ ഷൂസ് ഈ ഒരു ഭാഗത്ത്. ഇതൊക്കെ കണ്ടോ, ഇത് നമുക്ക് ഔട്ട്ഡോറൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന സ്നിക്കേഴ്സ് ടൈപ്പുള്ള ഇതാണ്. സ്നിക്കേഴ്സ് ഇവിടെ നമുക്കൊരു സ്നിക്കേഴ്സിൻ്റെ ഒരു വലിയൊരു ലോകം ഉണ്ടെന്ന് തന്നെ പറയാം. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ അധികം ആളുകൾ ഇവിടെ നിന്ന് ചെയ്യുന്നില്ല. കൂടുതൽ ആളുകൾ എനിക്കറിയാം ഡൽഹി ബേസ്ഡൊക്കെ അവർ വാങ്ങുകയാണ് പതിവ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നാട്ടിലൊക്കെ ഷോപ്പ് ഉണ്ടെങ്കിൽ ഈവൻ ഒരു 100 പീസോ 200 പീസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. ഷൂസ് ഞാൻ ഇത് 2 വർഷം മുമ്പേ പ്ലാൻ ഉണ്ടായിരുന്നു, ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ എന്തായാലും സമയമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നാട്ടിൽ ഈവൻ ഷോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂടുതൽ പീസൊക്കെ എടുക്കുവാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. ഡൽഹിയിൽ പോകേണ്ട ആവശ്യമില്ല അല്ലേ. സാധാരണ ആളുകൾ ഇതൊക്കെ ഡൽഹിയിൽ നിന്ന് മുംബൈയിൽ നിന്നാണ് കൂടുതൽ വരുത്തുന്നത്. ചൈനയിൽ നിന്ന് വരുന്ന സംഭവങ്ങൾ തന്നെയാണ്. ABC പിന്നെ കോപ്പി ഐറ്റംസ് ഇവിടെ കിട്ടും. ബട്ട് ഇത് കോപ്പി ഐറ്റംസ് അല്ല. ഇവിടെ കൊച്ചു കുട്ടികൾക്ക് നമുക്ക് ഇടാനായിട്ടുള്ള നല്ല മെറ്റീരിയലായിട്ടുള്ള ചപ്പലുകൾ, കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ ഷൂസുകൾ, ചപ്പലുകൾ. ഈ ഒരു ഭാഗത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള എന്ത് രസമല്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ, കുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള ചപ്പലുകൾ, നല്ല കൂടുതൽ എന്താ പറയുക മനോഹരമായിട്ടുള്ള ഇതൊക്കെ ഇങ്ങനത്തെ മോഡലുകളൊക്കെ വെച്ചിട്ടുള്ള ഇത് നമുക്ക് ഇവിടെ നിന്ന് കസ്റ്റമൈസ്ഡ് ആയിട്ട് കിട്ടും. എൻ്റെ അമ്മ വിചാരിക്കുന്ന പോലെയല്ല, കറക്റ്റ് മിഡിൽ ഈസ്റ്റിലെത്തിയ ഒരു വെയിലിൻ്റെ ഇതാണ്. നമ്മളിപ്പോൾ വെയർ ഹൗസിലോട്ട് വന്നതാണ്. വെയർ ഹൗസിൻ്റെ കാഴ്ചകൾ നിങ്ങളെ
കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഓർഡർ വരുന്ന സാധനങ്ങൾ അവരുടെ ഫാക്ടറിയിൽ നിന്ന് വെയർഹൗസിലെത്തി, വെയർഹൗസിൽ നിന്ന് കണ്ടെയ്നർ വഴി ഷിപ്പിംഗ് ലൈനിലോട്ട് പോയിട്ട് അവിടെ നിന്നൊക്കെയാണ് ഷിപ്പ് ചെയ്ത് നമ്മുടെ ഇന്ത്യയിലോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലോട്ടൊക്കെ എത്തുന്നത്. ഈ കാണുന്ന ഭാഗത്തായിട്ടാണ് അവരുടെ വെയർഹൗസും അവരുടെ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നിങ്ങൾ കയറ്റി അയക്കുന്നത് അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 10-45 ദിവസത്തിനുള്ളിൽ നമ്മൾ സാധനം എത്തിക്കും. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്? ഇതില് പിന്നെ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ 15 ദിവസമായിരിക്കും പ്രൊഡക്ഷൻ ടൈം വേണ്ടി വരാം. ഈ വെയർ ഹൗസിൽ ഗുഡ്സ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോഡ് ചെയ്യാണ്. ലോഡിങ് കഴിഞ്ഞാൽ നമുക്കൊരു 15-16 ദിവസത്തെ സെയിൽ ഡേയ്സ് ആണ് വരിക. ചെന്നൈ മുഖേനയാണ് നമ്മളുടെ മിക്കവാറും കൺസ്യൂമെന്റ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. ചെന്നൈ പോർട്ട് ക്ലിയർ ചെയ്ത് പാർട്ടിക്ക് നേരെ ഡോർ ടു ഡോർ നമ്മൾ എത്തിച്ചു കൊടുക്കാന്നുള്ള സംവിധാനം ചെയ്യുന്നത്. ഇവിടെ 3 സർവീസുകളുണ്ട്. ഒന്ന് സോഴ്സിംഗ് ആണ്. ഒരു പാർട്ടിക്ക് ഒരു ഗുഡ്സ് വേണമെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഴ്സ് ചെയ്യും. നമ്മൾ പോയി സെലക്ട് ചെയ്ത് എടുത്തു കൊടുക്കും. എന്നിട്ട് പിന്നെ രണ്ടാമത്തെ അതിൻ്റെ QC ആണ്. വെയർഹൗസിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞ സാധനം തന്നെയാണോ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. ക്വാളിറ്റി ചെക്കാണ് രണ്ടാമത്തെ. ക്വാളിറ്റി ചെക്കിന് ശേഷം മൂന്നാമത് ഉള്ളതാണ് നാട്ടിലെ ക്ലിയറിങ്. അതും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ലോഡ് ചെയ്ത് നാട്ടിലെ കസ്റ്റംസ് ക്ലിയറൻസ് കഴിച്ച് നമുക്ക് ഇമ്പോർട്ട് കമ്പനി ഉണ്ട്. അതിൻ്റെ വെച്ചിട്ട് പാർട്ടിക്ക് GST ഇൻവോയ്സ് ചെയ്ത് ഗുഡ്സ് എത്തിച്ചു കൊടുക്കും. നമ്മൾ ഈ പറയുന്ന എക്സ്പെൻസ് GST ഇൻവോയ്സ് അടക്കമുള്ള എക്സ്പെൻസാണ് നമ്മളിതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ചൈനയിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൈനയിൽ വന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. സാധാരണ ചൈനയിൽ നിന്ന് വന്ന് വാങ്ങിച്ചാൽ അത് ഭയങ്കര ഒരു ബെനിഫിറ്റാണ്. പക്ഷെ വന്ന് വാങ്ങിച്ചിട്ട് ബാക്കി കൊണ്ടുപോകുന്നതും ഈ കസ്റ്റംസ് എല്ലാം ക്ലിയർ ചെയ്യുന്നതാണ് സത്യത്തിൽ ഏറ്റവും വലിയ ഇത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാ ബിസിനസ്സിലും അനിവാര്യമായിട്ട്. അപ്പോൾ ഇക്ബാൽ പുള്ളിക്കാരൻ മലപ്പുറം ഇനി ഒരു പാർട്ടിക്ക് ഗുഡ്സ് സെലക്ട് ചെയ്യാൻ ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബൾക്ക് ഓർഡറുള്ളവർക്ക് വരാം. നമ്മളെ കസ്റ്റമേഴ്സ് വരാറുണ്ട്. അവർ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പേരിൽ നമ്മൾ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കുക. ഇൻവിറ്റേഷൻ ലെറ്റർ വെച്ചിട്ടാണ് വിസ ഇഷ്യൂ ചെയ്യുക. വിസ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വരാം. അവർ വരുന്നതോടുകൂടി അവരെ റിസീവ് ചെയ്യുക. അവരുടെ ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഫാക്ടറിയിൽ പോവുക, സംഗതികൾ ബാർഗെയിൻ ചെയ്തതിനൊക്കെ നമ്മളുടെ ചൈനീസ് സ്റ്റാഫും ഇവരുടെ കൂടെ ഉണ്ടാവും. എന്നിട്ട് ഇവർക്ക് സെലക്ട് ചെയ്ത് ഗുഡ്സ് കണ്ട് ഇഷ്ടപ്പെട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ പാർട്ടിക്ക് നേരം കിട്ടി വരികയാണ്. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് വെയർഹൗസ് കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ്. അവിടെ അവർ ലോഡിങ് അൺലോഡിങ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നൈലോൺ 4 M6. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഭക്ഷണം കഴിക്കണം. ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ, ഇന്ന് ഫുള്ള് കറക്കമായിരുന്നു. അപ്പം ഭക്ഷണമൊന്നും കഴിക്കാൻ വേണ്ടി പറ്റിയില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം ഇത് കഴിഞ്ഞിട്ട് വേറൊരു നഗരത്തിലോട്ട് യാത്ര ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ടാക്സി എടുത്തിട്ട് വേറൊരു നഗരത്തിൽ പോയിട്ട് അവിടെ നിന്ന് വിമാനമാർഗമാണ് നമ്മൾ മറ്റൊരു നഗരത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വെയർഹൗസ് കാഴ്ചകൾ. ഇങ്ങനെ ധാരാളം വലിയൊരു ഏരിയ ആണ്. ഇവിടെ താണ്ടെ ട്രക്കുകളിലും മറ്റു പല വണ്ടികളിലൊക്കെ ആയിട്ട് ഇവർ ലോഡ് ചെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ലോഡുകൾ ഇവിടെ കണ്ടെയ്നറിലൊക്കെ കയറ്റുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് അവിടെ ഫുൾ ഇങ്ങനെ കണ്ടെയ്നറിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ലോഡുകളായിട്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. 2 വഴുതനയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, പച്ചക്ക് കഴിക്കണോ? ഗ്രില്ല് ചെയ്ത് തരും. ഷിൻജിയാങ് ഫുഡാണ്. ഇവിടെ വെളുത്തുള്ളി കുറേ സംഭവങ്ങൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള ഇത് പറക്കി കൊടുക്കുക, അവർ ഗ്രില്ല് ചെയ്ത് തരും. മറിയം റെസ്റ്റോറൻറ്റ് നമ്മുടെ ഷിൻജിയാങ്ങിലുള്ള ആളുകൾ നടത്തുന്ന ഒരു കടയാണെന്ന് തോന്നുന്നു. ഇവിടെ ഗ്രില്ല് ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. എൻ്റെ ഒരു ഇഷ്ടപ്രകാരം ഞാനൊരു ഒക്ടോബസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബീഫും നമ്മുടെ മട്ടനും പലതരത്തിലുള്ള ചിക്കനും കുറച്ച് വെജിറ്റബിൾസൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പൊങ്ങി നിന്ന വഴുതന ദാണ്ട ഇപ്പം അകത്തുള്ള ഇതെല്ലാം പോയി. ഇത്രയായി വഴുതനയുടെ സൈസ്. പിന്നെ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ, പിന്നെ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ്, മഷ്റൂംസ്, 2-3 തരത്തിലുള്ള മഷ്റൂംസ്, പിന്നെ ഈ കാണുന്നത് നമ്മുടെ ചിക്കൻ, ആൻഡ് ഇത് ഒക്ടോബസ്, ആൻഡ് ഇത് ബീഫാണോ? നമ്മുടെ ബീഫ് ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മളിനി കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ കൂടെ ഇനി നമ്മുടെ ഷായും ഉണ്ട്. ഷായും പിന്നെ നമ്മുടെ കുബൂസോ എന്തോ റൊട്ടി എന്തോ വരുവാണ്. മലയാളികളെ കാണിച്ചില്ല എന്ന് വേണ്ട, പേര് പറഞ്ഞോളൂ. ഫൈസ്, റൈജാസ്, 3 പേരും തലശ്ശേരിക്കാർ. എങ്ങനെയുണ്ട് ചൈന? അടിപൊളിയല്ലേ? എല്ലാവർക്കും ചൈനയെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളൂ. കണ്ടതിലും സന്തോഷം ബ്രോ. കാണാം കേട്ടോ. ശരി എന്നാ, ബൈ. ചൈനയിൽ വന്നിട്ട് നിങ്ങൾക്ക് സ്ട്രീറ്റ് കച്ചവടം കണ്ടില്ല എന്ന് വേണ്ട. കണ്ടേ,
സ്ട്രീറ്റിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. 300-400 നമ്മുടെ ഇന്ത്യൻ ഇത് വെച്ച് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇതാ ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ കണ്ട ഇതൊക്കെ അവർ റീറ്റെയിലായിട്ട് വിൽക്കുവാണ്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് അവരുടെ ഡീറ്റെയിൽസ് നമ്മളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എല്ലാവരും ബൈ.